നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ്. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എപ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. സംസാരിക്കരുത്, പ്രവർത്തിക്കുക. പറയരുത്, ചെയ്തു കാണിച്ചാൽ മതി. വാഗ്ദാനം ചെയ്യരുത്, തെളിയിക്കുക. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ഈ ലോകം. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. കാരണമില്ലാതെ മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും തകർന്നു പോവരുത്. അപ്പോഴാണ് നാം കൂടുതൽ ശക്തരാകേണ്ടത്. എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമായതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കണ്ണുനീർ കാണാനും വേദനകൾ മനസ്സിലാക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സമയമില്ലാത്തവർ പോലും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്തിന് വേണ്ടി ആരുടെ മുമ്പിലും യാചിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. ഏതു കാര്യത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. പക്ഷേ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. കാരണം ആഗ്രഹിച്ച കാര്യം അതുപോലെ നടക്കാതെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ നിരാശയും വളരെ ആഴമേറിയതാകും. കാര്യങ്ങൾ മുഴുവനായി അറിയുന്നതിന് മുൻപ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ നിങ്ങളെ ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ആയിരിക്കില്ല നമ്മളെ സഹായിക്കാൻ എത്തുക. ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലുമായിരിക്കും. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നിങ്ങൾ ആളുകളിൽ തെറ്റുകൾ മാത്രം കണ്ടെത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല. ലോകത്തിൽ 2 തരം സ്നേഹമേ ഉള്ളൂ. ആത്മാർത്ഥ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോയവരായിരിക്കും നമ്മളിൽ ഏറെ പേരും. വീഴ്ചകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരിക്കലും അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ കഴിയും വിധം അത് പാലിക്കുവാൻ ശ്രമിക്കുക. കാരണം വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതാണ്. നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി ഒരു അളവിനപ്പുറം കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത്. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട്. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. വാക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒന്ന്. പക്ഷേ വാക്കുകളിലെ കള്ളം തിരിച്ചറിയുമ്പോൾ കബളിപ്പിക്കപ്പെടുന്ന മനസ്സുകളുടെ വേദന വാക്ക് മാറ്റുന്നവർ അറിയാറില്ല.